പ്രസവം കഴിഞ്ഞ് 12ാമത്തെ ദിവസം കാലിനിടയിലെ സ്റ്റിച്ച് പൊട്ടി ലേബർ റൂമിലിരിക്കുന്ന അവളെ നോക്കി നഴ്സുമാർ അടക്കം പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഒരു കഷ്ണം തുണി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൾ വായ പൊത്തിക്കൊണ്ടിരുന്നു. കണ്ണുകളുയർത്തി അന്നേരമൊന്നും അവൾ ആരെയും നോക്കിയിരുന്നില്ല. അമ്മായിയമ്മ എന്ന് തോന്നുന്ന ഒരു സ്ത്രീ എന്തോ അമർഷം അടക്കി ഇടയ്ക്കിടെ അവളെ നോക്കി പിറുപിറുക്കുന്നുണ്ടായിരുന്നു. 21 പ്രായം. തന്റെ പേരെന്തായിരുന്നു? രേണുക. ഇത് ആദ്യത്തെ ഡെലിവറി അല്ലേ? ആയിരുന്നു. അതെ. ഇന്നത്തേക്ക് എത്ര ദിവസമായി? 12. ഫയലെടുത്ത് നഴ്സ് അതിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു. ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ മോളെ? പ്രസവം കഴിഞ്ഞ് 12ാമത്തെ ദിവസമൊക്കെ ഇമാതിരി വേണ്ടാധീനം കാണിക്കണം. അവൾ ഒന്നും പറഞ്ഞില്ല. എത്രാമത്തെ ദിവസമാണ് ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നത്? 11. ആണുങ്ങൾക്ക് ആക്രാന്തമൊക്കെ കാണും, അത് അടയ്ക്കേണ്ടത് പെണ്ണുങ്ങളാ. അതെങ്ങനെ? അവനൊക്കെ മുട്ട് നിലക്കായിരുന്നു ഉണ്ടാവുക. അവളുടെ കണ്ണ് നിറഞ്ഞു. അല്ല അമ്മേ, ഇത് നിങ്ങളുടെ മോളാണോ? മരുമോളാണോ? മരുമോള്. ഈ പേര് കഴിഞ്ഞ പെണ്ണിന്റെ അടുത്താണോ മോനെ കിടത്തിന്? നിങ്ങൾക്ക് അത്ര ബോധമില്ലേ? എനിക്കാണോ സിസ്റ്ററെ ബോധം വേണ്ടേ? ഇവൾക്കല്ലേ. പിന്നെ വീട്ടുകാരെ ഉപേക്ഷിച്ച് എന്റെ മോന്റെ കൂടെ പോന്നതാ ഇവള്. അതുകൊണ്ട് വീട്ടുകാര് തിരിഞ്ഞു നോക്കില്ല. ഞങ്ങളുടെ വീടൊക്കെ ചെറുതാ. പിന്നെ ഗൾഫിൽ നിന്ന് വന്ന എന്റെ മോനെ താഴത്തെ പായ വിരിച്ച് കിടത്താൻ പറ്റുമോ സിസ്റ്ററെ? എല്ലാരും കൊള്ളാം. ഇനി വീണ്ടും സ്റ്റിച്ചിടാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. എന്തായാലും ഡോക്ടർ വരട്ടെ. സ്റ്റിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ ഇനി അത് തുറന്നു കിടക്കേയുള്ളൂ. ആക്രാന്തം കൂടിയിട്ടല്ലേ കെട്ടിയവനും കെട്ടിയോളും ഇനി ശരിക്കും പഠിച്ചോളൂ. പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണുങ്ങളും പെറ്റ പെണ്ണുങ്ങളും നഴ്സുമാരും അവളെ നോക്കി നിന്നു. എന്നാലും ഈ സ്റ്റിച്ചിന്റെയും ചോരയുടെയും ഒക്കെ ഇടയിലൂടെ ഇമാതിരി തോന്നിവാസം കാണിക്കാൻ ഇത്തിരി ചങ്കുറ്റമൊന്നും പോരാ എന്ന മട്ടായിരുന്നു എല്ലാവർക്കും. എല്ലാവരോടും മുഖത്തെയും പരിഹാസം ഏറ്റുവാങ്ങി അവൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തിരുന്നു. ഇടയ്ക്കിടെ ചുളുചുളുങ്ങനെ കുത്തുന്ന ജനനേന്ദ്രിയത്തെ മുറുക്കി പിടിക്കാൻ കാലുകൾ കെട്ടുപിണച്ചു വെച്ചു. ആരോട് പറയാനല്ലേ? ചെരുപ്പുകൾ പുറത്തു ഊരിയിട്ട് ഉടുത്ത സാരി കുറച്ചൊന്ന് മേലോട്ട് കുത്തി ബാഗ് തോളിൽ നിന്നൂരി കക്ഷത്ത് വെച്ച് സ്റ്റെതസ്കോപ്പ് കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് ഡോക്ടർ വേഗം പ്രസവമുറിയിലേക്ക് കടന്നു. ഡോക്ടറെ കണ്ടപാടെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു. മേഡം, ദേ ഇവരാണ് സ്റ്റിച്ച് പൊട്ടിയിട്ട് വന്നത്. അവൾക്ക് എന്തോ പേടി തോന്നി. അല്ലെങ്കിൽ ഡോക്ടർക്ക് ദേഷ്യം കൂടുതലാണ്. ഇനി എന്താ പറയാ? രേണുക അകത്തേക്ക് വരും. കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അവൾ അകത്തേക്ക് നടന്നു. എന്താ ഉണ്ടായത് രേണുക? അത് ഡോക്ടറെ, ഭർത്താവ് കുട്ടിക്ക് അറിയില്ലേ ഇതൊന്നും പാടില്ല ഇപ്പോഴെന്ന്. അറിയാം, പിന്നെന്തിനാ ഇങ്ങനെ ചെയ്തത്? അവളൊന്നും മിണ്ടിയില്ല. പകരം വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പറയൂ, ബലം പ്രയോഗിച്ചാണോ? അതെ, ഗൾഫിൽ നിന്ന് വന്ന രാത്രി നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കിടന്നിട്ട ഏട്ടൻ മുറിയിലേക്ക് വന്നത്. വന്ന പാടെ എന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞതാ, പക്ഷെ സമ്മതിച്ചില്ല. കരഞ്ഞാൽ പുറത്തുള്ളവർ കേട്ടാലോ എന്ന് കരുതി. അന്നാണെങ്കിൽ എല്ലാവരും ഉണ്ട് വീട്ടിൽ. വായ പൊത്തി ഞാൻ കിടന്നു. അത് പറഞ്ഞപ്പോൾ പരിസരം മറന്ന് അവൾ കരഞ്ഞു തുടങ്ങി. എന്നെ സംശയമാണ്. അല്ലെങ്കിലേ ഭർത്താവ് ഗൾഫിലോട്ട് പോയതിനു ശേഷം ഞാൻ ഗർഭിണിയായെന്നറിഞ്ഞത്. അന്ന് തുടങ്ങിയ ഇത് ആരുടെ കൊച്ച എന്നാ ചോദിക്കുന്നത്. എനിക്ക് മടുത്തു. ഇനി സ്റ്റിച്ചിട്ടാലും അത് പൊട്ടും. എനിക്ക് വേദന സഹിക്കുന്നില്ല. കരയാതിരിക്കൂ. ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഉണ്ട്, പുറത്തുണ്ട്. വിളിക്കൂ. മേഡം, ഞാൻ പറഞ്ഞത് പറയല്ലേ, എന്നെ കൊല്ലും. അയാൾ ഡോക്ടറുടെ മുറിയിലേക്ക് കടന്നു വന്നു. തനിക്ക് എപ്പോഴെങ്കിലും സ്റ്റിച്ചിട്ടിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ. എന്തേ? എങ്കിൽ ഞാൻ ഇപ്പോൾ തനിക്ക് സ്റ്റിച്ചിടാൻ പോവാണ്. എന്തിന്? എന്തിനാണെന്ന് അപ്പം മനസ്സിലാവും. എവിടെ സ്റ്റിച്ചിടും എന്നാ പറയണേ? അതുമേൽ തന്നെ ഇനി പെറ്റുകിടക്കുന്ന പെണ്ണിന് സമാധാനം കിട്ടണമെങ്കിൽ അവൾക്കല്ല തൻ്റെയാണ് കൂട്ടിപ്പിടിച്ച് തുന്നേണ്ടത്. ആ സുഖം കൂടി അനുഭവിക്കുക. അയാൾ ഒരു നിമിഷം വേണ്ടിയില്ല. പ്രസവം എളുപ്പമെന്ന് തോന്നിയത് എനിക്ക്. ഇത്ര വലിയ കുട്ടി പുറത്തേക്ക് വരാൻ ഒരു പെണ്ണ് പെടുന്ന പാട് പറഞ്ഞാൽ തീരില്ല. നോക്കിയില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഈ ലേബർ റൂമിന് പുറത്ത് ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് തന്റെ ഭാര്യയെ സ്നേഹിക്കുന്ന. അവർ ഇതിനുള്ളിൽ കിടന്ന് കരയുമ്പോൾ അതിന് ഉറക്കെ പുറത്തു നിന്ന് ഉള്ളിൽ കരയുന്നവർ. ഭാര്യ കുട്ടിയെ വയറ്റിൽ ചുമക്കുമ്പോൾ ഭർത്താവ് മനസ്സിൽ ചുമക്കണം. തനിക്കറിയോ, വീണ്ടും സ്റ്റിച്ചിടുമ്പോൾ അവൾ എത്ര വേദന അനുഭവിക്കണമെന്ന്? ആ ഭാഗത്ത് ഒരു കുഞ്ഞ് സഹിക്കാൻ തനിക്ക് പറ്റുമോ?
ഇതിന് തനിക്കുള്ള ശിക്ഷ എന്താണെന്നറിയോ? താൻ നേരിൽ കാണണം വീണ്ടും സ്റ്റിച്ചിടുന്നത്. ഇതൊക്കെ കണ്ടെങ്കിലും അറിയണം. കുറച്ചു നേരത്തിന് ശേഷം അവളുടെ കരച്ചിൽ മുറിക്ക് പുറത്തേക്ക് വന്നു. ഒരുപാട് നിലവിളികൾക്കുള്ളിൽ പിന്നീടത് ശാന്തമായി. തിരിച്ച് ലേബർ റൂമിൽ നിന്നിറങ്ങുമ്പോൾ അയാളുടെ കണ്ണുകൾ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു.